ഇതൊരു കുട്ടി വ്ളോഗാണ്, ഒരു കുട്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. അതുപോലെ തന്നെ ഇന്ന് മോണ്ടി തേഴ്സ്ഡേ അല്ലേ, അപ്പോൾ ഇന്ന് ചില പെസഹ വ്യാഴാഴ്ച വിശേഷങ്ങളും. അപ്പം ഞാൻ നമ്മുടെ പെസഹ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നമുക്കിനിയിപ്പോൾ നമ്മുടെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാര ആവശ്യത്തിനും ചേർത്തിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിലർ ശർക്കര ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഞങ്ങൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആകുമ്പോഴേക്കും നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഇത് നമ്മളുടെ വീടിന് അടുത്തുള്ളൊരു ചെറിയ പ്ലേ ഗ്രൗണ്ടാണ്, ഒരു ചെറിയ പാർക്ക് ഏരിയ പോലെ. എല്ലാ ലൊക്കാലിറ്റിയിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ പുറത്തൊക്കെ ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ടുള്ള, ഗ്രില്ല് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ചെറിയ ഒരു ടേബിളും ചെയറും ഒക്കെ പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗെദറും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ചെറിയൊരു കുട്ടി പാർട്ട് 1 പോലെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ നമുക്ക് ചെയ്യാം. നല്ല തണുപ്പുള്ള സമയമായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ എന്തോ അത്യാവശ്യം നല്ല വെയിലും, ഇങ്ങനെയൊക്കെ വെയിൽ കിട്ടുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലും, അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ടും, അങ്ങനെ നടക്കാനും, ആൾക്കാരൊക്കെ നടക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ നല്ല കാറ്റ് മഴയൊക്കെ ഉള്ള ദിവസങ്ങളാണ് കൂടുതലും നമുക്കിവിടെ വിൻ്റർ സമയത്ത്. പിന്നെ ആൾക്കാരൊക്കെ ഈ പട്ടിക്കുട്ടികളെയും കൊണ്ടൊക്കെ നടക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് പേരൻസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ചെയറും ബെഞ്ചൊക്കെ അവരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി ബെഞ്ച് പോലെ അവിടെ നമുക്ക് വന്നിട്ടിരിക്കാം. ഇപ്പോൾ കണ്ടില്ലേ എന്ത് വെയിലാണ്, ഇന്ന് നല്ല വെയിലുണ്ട്. സാധാരണ ഇങ്ങനെ വെയിൽ നമുക്ക് കിട്ടാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക പേരും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾസൊക്കെ ഇല്ലേ, അതൊക്കെ ഡെയിലി സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നവരാണ് ഇവിടെ കൂടുതലും. കാരണം അതൊക്കെ ഇല്ലാതെ ഒരുപാട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്.
ഈവൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് പോലെയോ ആണെങ്കിൽ തന്നെയും ഒരുപാട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസും ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ കാലാവസ്ഥ ഇപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നൊരു സമയമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് എന്താണ് പറയുക, തണുപ്പ്, വൈറൽ ഫീവർ, അങ്ങനെയൊക്കെ ഒരു ഫ്ലൂവിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കടന്നിട്ടുണ്ട്. എമ്മയുടെ ഷൂസിൽ മണ്ണ് കയറി. പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ മരങ്ങളായാലും ചെടികളായാലും എല്ലാം ഇലയെല്ലാം പോയി ആകെ ഒരുമാതിരി വടി പോലെ ചുമ്മാ ഒരുമാതിരി കോല് പോലെ ഇങ്ങനെ നിൽപ്പുണ്ടാവും. ഇപ്പം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ തണുപ്പൊക്കെ കുറഞ്ഞതുകൊണ്ട് ചെറിയ കിളിപ്പൊക്കെ ദേ കണ്ടോ, ചെറിയ കിളിപ്പൊക്കെ വന്ന് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കയറി നന്നായിട്ട് ഇലയൊക്കെ വെച്ച് നന്നായിട്ട് പൂക്കും. പിന്നെ മരങ്ങളാണെങ്കിൽ പോലും കാണാമല്ലോ അല്ലേ, മരങ്ങളാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. സ്പ്രിങ് സീസൺ ആകുമ്പോഴത്തേക്ക് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും ഇലകൾ. പിന്നെ അതേ കണ്ടോ, വെയിലായപ്പോഴേക്കും ഒരു വെയിൽ ദിവസം കിട്ടിയാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വൈറ്റമിൻ ഡി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങും പുറത്ത്. പിന്നെ ഞാൻ പെസഹാപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇഡ്ഡലി രൂപത്തിലുണ്ടാക്കി കേട്ടോ. അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പെസഹാപ്പം ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കി കഴിച്ചല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ ഉണ്ടാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ ദുഃഖവെള്ളിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞിയും ചെറുപയറിനും വേണ്ടിയിട്ടുള്ള ചെറുപയർ വെള്ളത്തിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നാളത്തേക്ക് നമുക്ക് തോരനാക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.